إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ ബഹുമാനപ്പെട്ട വിശ്വാസിനികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് മുത്തഖികളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അടിമകളോട് പറയുന്ന ഒരു പ്രസ്താവന, ഒരു പ്രഖ്യാപനം, ഇന്ന ഇദ്ദത്തശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ സമയം അല്ലാഹു മാസങ്ങളെ 12 എണ്ണമാക്കിയിട്ടാണ് വേർതിരിച്ചത്. മിൻഹാ അർബഅത്തുൻ ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ്. ആ 4 മാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങൾ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ് അള്ളാഹു മറ്റുള്ളതിൽ നിന്നും വ്യതിരിക്തമായിക്കൊണ്ട് ഫദലുണ്ട്, മഹത്വമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തുണ്ടാകുന്ന കോടാനുകോടി സൃഷ്ടികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ മാത്രം ആദരിച്ചു, ബഹുമാനിച്ചു. വലഖദ് കറംനാ ബനി ആദം. മനുഷ്യനെ നാം ബഹുമാനിച്ചു. അല്ലാഹു ഈ ഉമ്മത്തിൽ, ഈ ലോകത്ത് കോടാനുകോടി സൃഷ്ടികളിൽ നിന്നും മനുഷ്യന് നൽകിയ ഒരു മഹത്വമാണ്, സ്ഥാനമാണ്. ആ മനുഷ്യവർഗത്തിൽ തന്നെ അല്ലാഹു ചിലരേക്കാൾ മഹത്വമുള്ളവരാക്കി. നമ്മളെപ്പോലെ സാധാരണ ജനങ്ങളിൽ നിന്നും അള്ളാഹു അമ്പിയാക്കളെ പ്രത്യേകമാക്കി, വഹീ കൊണ്ട് അവരെ ആദരിച്ചു. ആ പ്രവാചകന്മാരിൽ പോലും അള്ളാഹു വേർതിരിവ് കൽപ്പിച്ചു. അള്ളാഹു പറയാൻ, പ്രവാചകന്മാരിൽ, മുർസലീങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ ഞാൻ ഫദ്ല് നൽകി, മഹത്വം നൽകി. ആ മുർസലീങ്ങളിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 പേര് ഉലുൽ അസ്മിൽപ്പെട്ട ആൾക്കാരാണ്. സാധാ മുർസലീങ്ങളെ പോലെയല്ല, അവരെക്കാൾ ദറജ കൂടിയ ആൾക്കാരാണ് 5 ആൾക്കാർ. ആ 5 ആൾക്കാരിൽ തന്നെ നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പ്രാധാന്യം നൽകി.
സയ്യിദ് ഉലിദി ആദം, ആദം സന്തതികളുടെ നേതാവായി, സ്വർഗത്തിന്റെ നേതാവായി അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി തങ്ങളെ മഹത്വവൽക്കരിച്ചു. ഇത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ്, അള്ളാഹുവിന്റെ ഒരു സുന്നത്താണ്, ഒരു നടപടിക്രമമാണ്. എല്ലാം ഒരേപോലെയല്ല, മറിച്ച് സൃഷ്ടികളിൽ തന്നെ അള്ളാഹു ഒന്നിന് മറ്റൊന്നിനേക്കാൾ മഹത്വം നൽകിയിട്ടുണ്ട്. അതേപോലെ ഭൂമിയിൽ, നാടുകളിൽ, സ്ഥലങ്ങളിൽ നമ്മുടെ നാട് പോലെയല്ല മക്കയും മദീനയും, അള്ളാഹുവിന് മഹത്വം നൽകിയിട്ടുണ്ട്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ്, അത് മക്കയാണ്, അള്ളാഹ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ ഇഷ്ടപ്പെട്ട നാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു അള്ളാഹുവിനോട് ഹിജ്റ പോകുന്ന സമയം, അള്ളാഹുവേ, ഈ മക്കയോട് എനിക്കുള്ള ഇഷ്ടം പോലെ മദീനയോടും എനിക്ക് നീ ഹൃദയത്തിൽ സ്നേഹം, മഹബ്ബത്ത് ഇട്ടു തരണം റബ്ബേ എന്ന് ദുആ ചെയ്തു. എന്ന് മാത്രമല്ല, മക്കയും മദീനയും സ്നേഹിക്കുക നമ്മുടെ ഈമാനിന്റെ ഭാഗം കൂടിയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ചിലതിനേക്കാൾ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, മഹത്വം കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു പരിശുദ്ധ റമളാൻ. മറ്റുള്ള മാസങ്ങളെ പോലെയാണോ? അല്ല. ആ റമളാൻ മാസത്തിൽ അള്ളാഹു ചില പവിത്രതകൾ നൽകിയിട്ടുണ്ട്, മഹത്വം നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ മഹത്വമാണ് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറക്കപ്പെട്ട മാസം. നമുക്കറിയുന്ന കാര്യങ്ങളാണ്. അതേപോലെ പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശഅബാൻ മാസം. ഇതിനും ഒരുപാട് പോലീസുകൾ പറയപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും വലുത് വരാനിരിക്കുന്ന റമദാൻ മാസത്തെ വരവേൽക്കുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങൾ ആത്മീയമായി ഒരുങ്ങാനുള്ള മാസമാണ് ഈ ശഅബാൻ മാസം. ആ മാസം നമ്മൾ അങ്ങനെ തന്നെ കാണണം. റസൂലുള്ളാഹി തങ്ങൾ ഈ മാസത്തിന് പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളും ആ മാസത്തെ അങ്ങനെ തന്നെ കാണണം. റസൂല് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം ഉണ്ട് എന്ന് പറഞ്ഞതിന് ആ മഹത്വം കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് ഈമാനിന്റെ ഭാഗമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ബഹുമാനിച്ചതിനെ, റസൂലുള്ളാഹി തങ്ങൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതിനെ, അല്ലാഹുവിന്റെ ശിആറുകളെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം. അങ്ങനെ ബഹുമാനിക്കലും ആദരിക്കലും മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ തഖ്വയുള്ളവർക്ക്, ഈമാനുള്ളവരുടെ അടയാളമാണ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക. പള്ളിയോട് പ്രത്യേകമായൊരു മഹബ്ബത്ത്, മക്കയോടും മദീനയോടും പ്രത്യേകമായൊരു മഹബ്ബത്തും സ്നേഹവും, പള്ളിയോട് ആദരവും ബഹുമാനവും അത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാണ്. അത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ദീനിന്റെ ശിആറുകളോട് നമുക്ക് കൂറുണ്ടാകണം, മഹബ്ബത്ത് ഉണ്ടാകണം. അത് ഈമാനിന്റെ അടയാളമാണ്. പ്രിയമുള്ളവർ, നമ്മൾ പറയേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ശിആറുകളായി, അടയാളങ്ങളായി പഠിപ്പിച്ച ഓരോ കാര്യത്തിനോടും മുഅ്മിനീങ്ങൾ കൂറുള്ളവരും ബഹുമാനമുള്ളവരും ആദരിക്കുന്നവരുമായിരിക്കണം. നമ്മൾ കണ്ടിട്ടില്ല ചില ആൾക്കാരൊക്കെ താടി വടിക്കുന്നത്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. താടി വടിക്കുന്ന മനുഷ്യൻ വടിച്ചിടുന്നത് അവന്റെ താടി രോമങ്ങളെയല്ല, മറിച്ച് അവന്റെ ഹൃദയത്തിലുള്ള ഈമാനിനെയാണ് അവൻ ഓരോന്നായി വടിച്ച് താഴേക്കിടുന്നത്. കാരണം താടിയെ ബഹുമാനിക്കലും ആദരിക്കലും ഈമാനിന്റെ ഭാഗമാണ്. അത് ഈമാനിന്റെ ശിആറാണ്, റസൂലുള്ളാഹി തങ്ങളുടെ അടയാളമാണ്, ദീൻ പഠിപ്പിച്ച കാര്യമാണ്. വഅഫുൽ ലിഹാ, നിങ്ങൾ താടി നീട്ടി വളർത്തണം, എന്നിട്ട് ജൂതരോടും ക്രിസ്ത്യനോടും നിങ്ങൾ എതിരാകണം. അത് ദീനിന്റെ ശിആറാണ്. അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം. എങ്ങനെ ആദരിക്കുക, എങ്ങനെ ബഹുമാനിക്കുക? തൊട്ടുമുത്തലാണോ? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ താടി വെക്കാൻ നമ്മൾ തയ്യാറാകണം. അത് വടിച്ചിടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം സുന്നത്തല്ല താടി വെക്കൽ, മറിച്ച് നിർബന്ധ ബാധ്യതയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയാണ്. അത് വടിച്ചിടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും നമ്മുടെ ഈമാനാണ്. വമൻ യുഅള്ളിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കാൻ സാധിക്കുന്നത് ഈമാനുള്ളവർക്കാണ്. ചില ആൾക്കാരൊക്കെ മുത്തഅല്ലിമീങ്ങളെ കളിയാക്കാറുണ്ട്, ദീൻ പഠിക്കാൻ പോകുന്ന മുത്തഅല്ലിമീങ്ങളെ. നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ഇതുമായി ബന്ധപ്പെട്ട ദീനിനെയും ആ ദീനിന്റെ ഇൽമിനെയും ആദരിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. അതിനെ കളിയാക്കുന്ന ചില മനുഷ്യർ, അവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വിശദീകരിച്ചത് ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊൻ.
നിങ്ങൾ അള്ളാഹിനെ അള്ളാഹിന്റെ റസൂലിനെയും ദീനിനെയാണോ നിങ്ങൾ കളിയാക്കുന്നത്? ലാ തഅ്തദിറു ഖദ് കഫർതും ബഅദ ഈമാനിക്കും. അത് നിങ്ങളുടെ ഈമാന് കോട്ടം സംഭവിക്കും, മുർദ്ദത്തായിട്ട് ചാവും അള്ളാഹിന്റെ ദീനിനെ കളിയാക്കുന്നവർ. എത്ര ആൾക്കാർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ വിശദീകരണമായിട്ട് കാണാം. അദ്ദേഹം പറയുന്ന ഈ ആയത്ത് ഇറങ്ങിയത് ഒരു വ്യക്തിയുടെ വിഷയത്തിലാണ്. അഭിപ്രായ വ്യത്യാസമുണ്ട് ആ വ്യക്തി ആരാണ് എന്ന വിഷയത്തിൽ. ചില റിപ്പോർട്ടുകളിൽ കാണാം ജുലാസ് ബിൻ സുവൈദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അതല്ല, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന കൂട്ടത്തിലുണ്ടായ ചില സഹാബാക്കളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്നും കാണാം. എന്നിരുന്നാലും ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, തബൂക്ക് യുദ്ധത്തിന് വേണ്ടി സഹാബാക്കളും റസൂലുള്ളാഹി തങ്ങളും പുറപ്പെട്ടു. ചൂട് സമയമാണ്, മദീനയിൽ ഈത്തപ്പഴം കൃഷിയെടുക്കുന്ന വിളവെടുക്കുന്ന സമയം. ആ സമയത്താണ് യുദ്ധത്തിന് വേണ്ടി വിളംബരം വരുന്നത്. സഹാബാക്കളൊക്കെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. അങ്ങനെ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. പോകുന്ന സമയം വഴിയിൽ വെച്ച് ഈ ജുലാസ് ബിൻ സുവൈദ് എന്ന് പറയുന്ന സഹാബിയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരും റസൂലുള്ളാഹി തങ്ങളെയും സഹാബാക്കളെയും കളിയാക്കുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ സംസാരിച്ചു. തമാശക്ക് വേണ്ടി, തമാശക്ക് പറഞ്ഞത്. ഇത് കേട്ടൊരു ചെറുപ്പക്കാരനായ സഹാബി റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലേക്ക് പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റസൂലേ, ഇന്ന വ്യക്തികൾ നിങ്ങളെയും സഹാബാക്കളെയും സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ തമാശ എന്നോണം കളിയാക്കിയിട്ട് പറയുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ആ പേരപ്പെട്ട സഹാബിയെ റസൂലിന്റെ സദസ്സിലേക്ക് വിളിപ്പിച്ചു, കൊണ്ടുവന്നു. അയാൾ പറഞ്ഞു, നമ്മള് തമാശക്ക് പറഞ്ഞതാണ്, യാത്ര ചെയ്യാണല്ലോ, ചൂടല്ലേ, ആ യാത്രയുടെ പ്രയാസങ്ങൾ നീക്കാൻ പരസ്പരം തമാശ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് ചില തമാശകൾ പറഞ്ഞു എന്നതല്ലാതെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ആ വിഷയത്തിലാണ് പരിശുദ്ധ ഖുർആന്റെ ആയത്ത്. ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി പറയാണ്, റസൂലുള്ളാഹി തങ്ങൾ വിളിപ്പിച്ചിട്ട് ജുലാസും കൂട്ടുകാരും റസൂലിന്റെ സദസ്സിലേക്ക് വരുന്നതിന് മുമ്പ് അവരുടെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിലെ ആയത്തുമായി ജിബ്രീൽ വന്നു. ജിബ്രീൽ ഓതിക്കൊടുത്തു, ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലി കുൻതും തസ്തഹ്സിഊൻ. പ്രവാചകൻ പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ അള്ളാഹിനെ കൊണ്ടാണോ റസൂലിനെ കൊണ്ടാണോ അള്ളാഹിന്റെ ദീനിനെ കൊണ്ടാണോ നിങ്ങൾ കളിയാക്കുന്നത്, തമാശയാക്കുന്നത്? ചിലർ വിഷയമാണോ തമാശയാക്കാന്നുള്ളത്? ബാക്കി ആയത്ത് എന്താ അറിയോ? ലാ തഅ്തദിറു. പ്രവാചകരെ അവരൊരുപാട് ഒഴിവ് കഴിവുകൾ പറയും. അവർ പറയും തമാശക്ക് പറഞ്ഞതാ, അവരവർ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ലാ തഅ്തദിറു, ഒരു വിട്ടുവീഴ്ചയും കൊടുക്കണ്ട. ഖദ് കഫർതും ബഅദ ഈമാനിക്കും. നിങ്ങൾ ഈമാൻ ഉൾക്കൊണ്ടതിന് ശേഷം നിങ്ങൾ കാഫിറായിരിക്കുന്നു. ഇത് അള്ളാഹ് പറഞ്ഞതാ പരിശുദ്ധ ഖുർആനിൽ. അതിന്റെ അർത്ഥം ഖാലിദ് അൽ മുശൈഖ് ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത്, ആധുനിക കാലഘട്ടത്തിൽ ചില ആൾക്കാരൊക്കെ ദീൻ പഠിക്കാൻ പോകുന്ന മുത്തഅല്ലിമീങ്ങളെ കളിയാക്കാറുണ്ട്, അവരെ കൊന്നനം കുത്താറുണ്ട്. അതേപോലെ തന്നെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്ന ദാഇമാരെ കളിയാക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ അവർ കളിയാക്കുന്ന അള്ളാഹുവിന്റെ ദീനിനെയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ചര്യയെയാണ്. ആ ചര്യയെയും ദീനിനെയും കളിയാക്കുന്നവർ ഈ ആയത്തൊന്ന് ഓതി നോക്കുന്നത് നല്ലതാണ്. കാരണം ഒരുപക്ഷെ അവരുടെ ഈ ഹൃദയത്തിൽ ഈമാനില്ലാത്തതിന്റെ അടയാളമാണ്. അവർ മുർത്തദ്ദായിട്ട് മരിച്ചു പോകാൻ അവർ ചാൻസ് ഉണ്ട്. അവർ ഈമാൻ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ പ്രിയമുള്ളവർ, ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. നിര്യാണിക്ക് താഴെ വസ്ത്രമിടുന്നത് നരകത്തിലാണ്. അത് അഹങ്കാരത്തിന്റെയും കിബറിന്റെയും അടയാളമാണ്. മാ അസ്ഫല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാർ. ഇത് സഹീഹായ ഹദീസാണ്. നിര്യാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ നരകത്തിലേക്കുള്ളതാണ്. അത് നരകത്തിന്റെ വസ്ത്രമാണ്. റസൂലുള്ളാഹി തങ്ങൾ അത്തരക്കാരിൽ നിന്ന് മുഖം തിരിച്ചു കളഞ്ഞു. അത്ര ഗൗരവത്തിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച കാര്യം. ഇന്ന് ചില ആൾക്കാരൊക്കെ നിര്യാണിക്ക് മേലെ വസ്ത്രം ധരിക്കുമ്പോൾ കളിയാക്കും, കൊന്നനം കുത്തും. നീയൊക്കെ പഴഞ്ചനാണല്ലോടോ, ഏതോ കാലത്ത് ജീവിക്കുന്ന പഴഞ്ചൻ സംസ്കാരത്തെ പേറി നടക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവർ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ കളിയാക്കുന്നത് ആ വ്യക്തിയെയല്ല, ആ വ്യക്തിയുടെ സംസ്കാരത്തെയല്ല, ആ വ്യക്തിയുടെ വസ്ത്രത്തെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പാവനമായ ദീനിനെയാണ്. ആ ദീനിനെ നീ കളിയാക്കുന്നത്. വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ആയത്താണ്. അത് ഈമാനിൽ, ഹൃദയത്തിൽ ഈമാനുള്ളവർക്ക് പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ ശിആറുകളെ ബഹുമാനിക്കുക, ഇല്ലേ? അത് അതിലൊരു ആത്മീയത കാണണം. ശഅബാൻ മാസത്തിൽ പോരിശുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മാസത്തിൽ പോരിശ നമ്മൾ കാണണം. ആ മാസത്തിൽ റസൂലുള്ളാഹി തങ്ങൾ നോമ്പുകൾ അധികരിപ്പിക്കുമായിരുന്നു, നമ്മൾ അധികരിപ്പിക്കണം. ആ മാസത്തിന്റെ റമദാനിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ റസൂൽ നടത്തുമായിരുന്നു, നമ്മളിത് ചെയ്യണം. അതിലൊരു ആത്മീയതയും നമ്മൾ കാണണം. അത് ഈമാനിന്റെ ഭാഗമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. റസൂൽ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, റസൂൽ ആദരിച്ചതിനെ ആദരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅ്മാലു ഇലല്ലാഹ്. ഈ മാസത്തിന്റെ പ്രത്യേകതയാണ്, ഈ മാസം അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ, ഇബാദുകൾ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകൾ ഈ മാസത്തിൽ അമൽ സ്വാലിഹാത്തുകളെ കൊണ്ട് ധന്യമായിരിക്കണം. ഒരു റമദാനിൽ മാത്രമല്ല നോമ്പും ഖുർആനോത്തും അതുപോലെ തസ്ബീഹ് ക്ലാസുകളും ദിക്റുകളും തസ്ബീഹാത്തുകളും അത് മുഅ്മിന്റെ ജീവിതം ഉടനീളം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനുവേണ്ടി തയ്യാറെടുക്കണം. സലഫുകളെ സംബന്ധിച്ച് പറയാറുണ്ട്, അവര് റമദാനിന്റെ 6 മാസം മുമ്പ് റമദാന് സ്വീകരിക്കാൻ വേണ്ടി അവര് തയ്യാറാകും. നമ്മളിപ്പോ കാണുന്നില്ലേ, റമദാൻ വരുന്നതിന് മുമ്പ് കച്ചവടങ്ങളൊക്കെ സജീവമാകുന്നത്, റമദാന്റെ ബിസിനസ്സിന് വേണ്ടി കച്ചവടങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നത്. അതേപോലെ പ്രിയമുള്ളവരെ, മുഅ്മിനീങ്ങൾ അവരുടെ ഈമാൻ ഒന്ന് പുഷ്ടിപ്പെടുത്തണം, അഅ്മാലുകളെ പുഷ്ടിപ്പെടുത്തണം. ഈ ശഅബാൻ മാസത്തിൽ നോമ്പെടുത്ത റമദാനിന്റെ നോമ്പിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. ഒരു ആത്മീയത നമ്മൾ കണ്ടെത്തണം. ഇന്നെല്ലാവർക്കും തമാശയാണ്. ഒരു ശഅബാൻ മാസം ഒരാൾ പള്ളിയിലേക്ക് ഒന്ന് 2 റക്അത്ത് കൂടുതൽ സുന്നത്ത് നിസ്കരിച്ചാല് ഓരോ നോക്കിട്ട് കളിയാക്കും, റമദാനിന്റെ ആൾ വന്നിട്ടുണ്ട്. വളരെ ഗൗരവം ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് പ്രിയമുള്ളവര്. നമുക്കൊക്കെ തമാശയാണ്, എല്ലാം തമാശ. ഒരാള് ഗവൺമെന്റ് ജോലി ചെയ്യുന്ന മനുഷ്യൻ, സാലിഹായ ഒരു മുഖ്ലിസായ മനുഷ്യൻ, അയാൾ ആ ഗവൺമെന്റ് ജോലിയിൽ അള്ളാഹു ഹറാമാക്കിയ, റസൂൽ ഹറാമാക്കിയ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു. അതിന്റെ പേരിൽ റിട്ടയർഡ് ആകാൻ 2 വർഷം ബാക്കിയിരിക്കെ അദ്ദേഹം ആ 1 ലക്ഷം രൂപ സാലറി വരുന്ന ആ ജോലി അദ്ദേഹം രാജിവെച്ചു. എന്തുകൊണ്ട്? അദ്ദേഹം മനസ്സിൽ കണ്ടത്, എന്റെ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു, എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് എനിക്ക് ജോലി വേണ്ട, എനിക്ക് ശമ്പളം വേണ്ട, എനിക്ക് എന്റെ ജീവിതത്തിൽ കഞ്ഞി കുടിക്കാനുള്ള ശമ്പളം മതി. ഇത്രത്തോളം ശമ്പളത്തിന് വേണ്ടി എന്റെ ഹബീബിന്റെ സുന്നത്തിന് ഒഴിവാക്കാൻ, എന്റെ റബ്ബ് നിരോധിച്ച കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജോലി രാജിവെച്ചപ്പോ നമ്മൾ പലരും കളിയാക്കി. നമ്മൾ പറഞ്ഞു, അമിത ഭക്തി, തഖ്വ കൂടിയത്, അതല്ലേ തഖ്വ പ്രിയമുള്ളവര്. പിന്നെ എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ പച്ച സാൽട്ട് നടക്കല. നമ്മൾ ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ, അതല്ലേ തഖ്വ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാണെന്ന് പറഞ്ഞൊരു കാര്യം, അള്ളാഹു ഹറാമാണെന്ന് പഠിപ്പിച്ചൊരു കാര്യം, അതെന്റെ ജീവിതത്തിൽ എത്ര നേട്ടങ്ങൾ ഉണ്ടാക്കി തന്നാലും, എത്ര സമ്പത്ത് നൽകിയാലും, എത്ര സ്ഥാനമാനങ്ങൾ നൽകിയാലും എന്റെ ഹബീബ് പഠിപ്പിക്കാത്തതാണോ, അതെനിക്ക് വേണ്ട, അത് ഒഴിവാക്കണം. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അതിനെ പറഞ്ഞത്, ഹൃദയത്തിൽ ഈമാനുള്ളവർക്ക് മാത്രമേ ചങ്കൂറ്റത്തോടുകൂടി അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ സംബന്ധിച്ച് പറഞ്ഞൊരു ഹദീസ്, ഈ ഹദീസ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരുപാട് റിവായത്തുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും മുതഖദ്ദിമീങ്ങളായ പല പണ്ഡിതന്മാരും ഈ ഹദീസിൽ ചില ദുർബലതയുണ്ട്, ദുഅഫുണ്ടെന്ന് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ശൈഖ് അൽബാനി റഹ്മത്തുള്ളാഹി ഈ ഹദീസിനെ സഹീഹാക്കിയിട്ടുണ്ട്. ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ഇന്നല്ലാഹ യത്തലിഉ ഫീ ലൈലത്തി നിസ്ഫിൻ മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതിയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിയാറുകളിലേക്ക് നോക്കും, അടിമകളിലേക്ക് നോക്കും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖി, അല്ലാഹു എല്ലാ അടിമകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും അവന്റെ പാപങ്ങൾ. ഇല്ലാ ലിമുശ്രികിൻ വ മുശാഹിൻ, 2 കൂട്ടർ കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കും. അതിലൊന്ന് മുശ്രിക്, അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുന്നവൻ. ജാറത്തിലേക്കും മഖ്ബറകളിലേക്കും തങ്ങന്മാരിലേക്കും ശൈഖന്മാരിലേക്കും കൈകൾ ഉയർത്തുന്നവർ, അവരോട് പരാതികളും ആവലാതികളും ആവശ്യങ്ങളും പറയുന്നവർ, കഴുത്തിലും കാലിലും കയ്യിലുമായി ഏലസും ചരടും കെട്ടുന്നവർ, അള്ളാഹു അല്ലാത്തവർക്ക് മുന്നിൽ തല കുനിക്കുന്നവർ, ആവശ്യങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുന്നവർ, മക്കളെ കിട്ടാൻ, അതേപോലെ തന്നെ കച്ചവടത്തിൽ ലാഭം കിട്ടാൻ അള്ളാഹു അല്ലാത്തവരിലേക്ക് ആശ വെച്ച് പുലർത്തുന്നവർ, അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല, അവരെ തിരിഞ്ഞു നോക്കൂല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചത്, നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവം സൂറത്തുൽ അംബിയായിൽ അള്ളാഹു വിശദീകരിച്ചു. അള്ളാഹു പറഞ്ഞത്, വദ്കുർ അബ്ദന അയ്യൂബ്, എന്റെ പ്രിയപ്പെട്ട അടിമ അയ്യൂബിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അയ്യൂബിന് ഒരു ജീവചരിത്രം പഠിച്ചിട്ടുണ്ടോ?
അള്ളാഹ് പറഞ്ഞ പരിശുദ്ധ ഖുർആൻ വദ്കുർ അബ്ദന അയ്യൂബ്, എന്റെ പ്രിയപ്പെട്ട അടിമ അയ്യൂബിനെ സംബന്ധിച്ച് നിങ്ങളൊന്ന് ആലോചിക്കണം. എന്താ അയ്യൂബിന്റെ പ്രശ്നം? രോഗം വന്നു. എല്ലാ വൈദ്യന്മാരും വന്ന് ചികിത്സിച്ചു, രോഗം മാറുന്നില്ല. ആ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി സമ്പത്ത് മുഴുവനും തുലച്ചു, കുടുംബക്കാരെല്ലാം വിട്ടുപോയി, അതേപോലെ തന്നെ നാട്ടുകാർ ഒഴിവാക്കി, ആരോഗ്യം മുഴുവനും ക്ഷയിച്ചു. രോഗം ആ അയ്യൂബ് നബിയുടെ ശരീരത്തെ കാർന്ന് തിന്നു. രോഗശയ്യയിൽ കിടന്നു, ശരീരം ചുക്കിച്ചുളിഞ്ഞും, ആരോഗ്യം നശിച്ചു, സൗന്ദര്യം നശിച്ചു. ആ രോഗത്തിന്റെ പേരിൽ സകലതും നശിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവസാനമായി റബ്ബിലേക്ക് കൈകളുയർത്തി. അല്ലാഹുവേ, നിന്നോടല്ലാതെ ചോദിക്കാൻ എനിക്ക് വേറെ ആരുമില്ല. എനിക്ക് ഈ ജാറങ്ങളും തങ്ങന്മാരും ഖബറുകളും ദർഗകളും അതൊന്നും എനിക്ക് ശീലമില്ല. മുമ്പ് കഴിഞ്ഞ ഒരുപാട് പ്രവാചകന്മാരുണ്ട്, അവരുടെയും ആവശ്യം എനിക്കില്ല. ഒരുപാട് ഔലിയാക്കന്മാരെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെയും ആവശ്യം എനിക്കില്ല. എനിക്ക് ചോദിക്കും നിന്നോട് മാത്രമാണ്. ഞാൻ നിന്നോട് ചോദിക്കുന്നു റബ്ബേ. അള്ളാഹു ഉത്തരം നൽകിയില്ലേ? ഫസ്തജബ്നാ ലഹു, അള്ളാഹു അദ്ദേഹത്തിന് ഉത്തരം നൽകി. അദ്ദേഹത്തിന്റെ രോഗം മാറ്റി, അദ്ദേഹത്തിന്റെ സൗന്ദര്യം തിരിച്ചു കൊടുത്തു, സമ്പത്ത് തിരിച്ചു കൊടുത്തു, കുടുംബം തിരിച്ചു കൊടുത്തു. ഇതാണ് പ്രിയമുള്ളവരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമായി പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. രോഗം വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച്. അതേപോലെ പലതും പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് ഘടകവിരുദ്ധമായി ഒരാൾ ശിർക്ക് ചെയ്യുകയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ആ വ്യക്തിയെ പരിഗണിക്കുകയേയില്ല, അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയുമില്ല. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വമുശാഹിൻ. ഇബ്നുൽ ലത്തീഫ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ മുശാഹിൻ എന്ന വാക്കിന് കൊടുത്ത തഫ്സീർ അൽ മുആദി. മുആദി എന്ന് പറഞ്ഞാൽ പരസ്പരം വഴക്കിലും തർക്കത്തിലും പ്രശ്നത്തിലും പിണങ്ങിക്കഴിയുന്നവർ, അവരാണ് ഈ മുശാഹ് എന്ന് പറഞ്ഞ ആൾക്കാർ. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കൂല. അതേപോലെ തന്നെ ഇമാം ഇബ്നു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, ഇവിടെ മുശാഹിൻ കൊണ്ട് അർത്ഥമാക്കുന്നത് സാഹിബു ബിദ്അ, ബിദ്അത്ത് ചെയ്യുന്നവർ, റസൂലുള്ളാഹി തങ്ങൾ ദീനിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നവർ. അവരല്ലാഹു പരിഗണിക്കുകയില്ല, അവരല്ലാഹു നോക്കുകയേയില്ല, അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയേയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ശഅബാൻ മാസത്തിന്റെ ചില പ്രത്യേകതകളാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസം വന്നാൽ മുഴുവനായിട്ട് നോമ്പെടുക്കുമായിരുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി ഈ ഹദീസിനെ വിശദീകരിച്ചത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മുഴുവൻ ദിവസം നോമ്പെടുക്കുമെന്നതിന്റെ ഉദ്ദേശം അഗ്ലബുഹു, ശഅബാനിന്റെ അധിക ദിവസവും റസൂൽ നോമ്പെടുക്കും എന്നുള്ളതാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിൽ പരിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ അതിനു മുമ്പ് ആരോഗ്യത്തോടൊരു മാസം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ മാസം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തി റബ്ബിലേക്ക് അടുത്ത് മാനസികമായി റമദാനിനെ വരവേൽക്കാൻ നമ്മൾ തയ്യാറാകുക. അല്ലാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. وأقول قولي هذا واستغفر الله عني وعنكم وعن جميع المؤمنين أجمعين واستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد أيها الناس أوصيكم وإياي ثانيا بتقوى الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തെ മറക്കാതെ നമ്മൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരിശയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ള ശഅബാൻ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. മുഅ്മിനീങ്ങളുടെ ഒരു പ്രത്യേകത, അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യാനാണോ പഠിപ്പിച്ചത് അത് മാത്രമേ അവർ ചെയ്യൂ. അതല്ലാത്തൊരു ഇബാദത്ത് അവരുടെ വക അവർ ചെയ്യൂല. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരവുമില്ല, ഒരു പ്രയോജനം ദുനിയാവിലും ഇല്ല, ആഖിറത്തിലും ഇല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷാമിലേക്കുള്ള യാത്രയിൽ വഴിയിൽ വെച്ച് ഒരു ക്രിസ്തീയ പുരോഹിതനെ കണ്ടു. ക്ഷീണിച്ചവശനായി, വയസ്സായി, താടിരോമങ്ങളും മുടിയും നരച്ച്
ഇബാദത്തിൽ ഇങ്ങനെ കഴിയുന്ന ക്രിസ്തീയ പുരോഹിതനെ കണ്ടപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അയാളൊരു ക്രിസ്തീയ പുരോഹിതനല്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അദ്ദേഹം ഈ ചെയ്യുന്ന അമലുകളൊക്കെ നാളെ പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ പുണ്യം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ദുനിയാവിൻ വൈവാഹിക ജീവിതം, അതേപോലെ ദുനിയാവിന്റെ മറ്റുള്ള സുഖ സൗകര്യങ്ങൾ ഇതെല്ലാം ഒഴിവാക്കി ത്യജിച്ചു. ഇബാദത്തിന് വേണ്ടി ഇങ്ങനെ സമയം കൊടുത്തു. വയസ്സ് വാർദ്ധക്യത്തിലും അദ്ദേഹം ഇബാദത്ത് ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം സ്വർഗത്തിൽ രക്ഷപ്പെടണം എന്നുള്ളതാണ്. ആഖിറത്തിൽ അള്ളാഹു നല്ല കൂലി തരണം എന്നുള്ളതാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പക്ഷെ ആ മനുഷ്യനെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. കാരണം പരിശുദ്ധ ഖുർആൻ ഒരു ആയത്ത് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, ഹൽ അതാക ഹദീസുൽ ഖാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. പരലോകത്തെത്തുന്ന ചില മുഖങ്ങളുണ്ട്. ആമിലത്തുൻ നാസിബ, അവർ ദുനിയാവിൽ ഒരുപാട് അമൽ ചെയ്യും, ഒരുപാട് അമലുകൾ ചെയ്യും. രാത്രി ഇങ്ങനെ നിന്ന് നിസ്കരിക്കും അല്ലേ? ശഅബാൻ 15 അന്ന് ചില പ്രത്യേക നിസ്കാരം ഉണ്ടാക്കി ആ രാത്രി മുഴുവനായി നിസ്കരിക്കും. ചില ആൾക്കാർ 1000 റക്അത്ത് നിസ്കരിക്കും, ചില ആൾക്കാർ 6 റക്അത്ത് നിസ്കരിക്കും. അങ്ങനെ ദീർഘമായി നിന്ന് നിസ്കരിക്കുന്ന ചില മനുഷ്യന്മാരുണ്ടാവും. അതേപോലെ ആ ദിവസത്തിന്റെ പകലിൽ, ശഅബാൻ 15 പകലിൽ ബറാഅത്ത് നോമ്പ് എന്ന പേരിൽ പുതിയൊരു നോമ്പ് അതിങ്ങനെ നോക്കും. വെള്ളം കുടിക്കാതെ പ്രയാസപ്പെട്ട് ക്ഷീണിച്ച് അവശനായി വാർദ്ധക്യം ചെന്ന ആള് വരെ അതിന്റെ പോരിശപ്പൊടി നോമ്പെടുക്കും. അങ്ങനെ ഇങ്ങനെ ക്ഷീണിച്ച് ഒരുപാട് അമലുകൾ ചെയ്ത മനുഷ്യന്മാർ ചില നാളെ പരലോകത്തേക്ക് വരും. തസ്ലാ നാറൻ ഹാമിയ. പക്ഷെ ഈ ത്യാഗത്തിനും ഈ പരിശ്രമത്തിനും അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അള്ളാഹു നരകത്തിന്റെ തീയിലിട്ട് അവരെ കരിച്ചു കളയും. കാരണം എന്താ അറിയോ? ഇതൊന്നും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാത്ത അമലുകളാണ്. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കാത്ത അമലുകൾ നമ്മൾ ഒരുപാട് ചെയ്തത് കൊണ്ട് ഒരു കാര്യമില്ല. മറിച്ച് റസൂല് പഠിപ്പിച്ച കാര്യങ്ങൾ അതെത്ര കുറച്ചാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത് നിത്യമായി ചെയ്യുക. അതിനാണ് ബർക്കത്ത്, അതിനാണ് റസൂലുള്ളാഹി തങ്ങൾ രക്ഷ പറഞ്ഞിട്ടുള്ളത്, അതിനാണ് അള്ളാഹുവിന്റെ തൃപ്തിയുള്ളത്. അതല്ലാതെ റസൂല് പഠിപ്പിക്കാത്ത അമലുകൾ ഒരുപാട് ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ചില ആൾക്കാർ അങ്ങനെയാണ്. ഈ ശഅബാൻ 15 അതിനൊരു ഹദീസ് അവർ തെളിവായിട്ട് പറയും. ഒരു സാധാരണ പറയുന്നത് ഇമാം നസായി ഉദ്ധരിക്കുന്ന, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നിങ്ങൾ ശഅബാൻ 15 രാത്രി ദീർഘമായി നിസ്കരിക്കുക, പകലുകളിൽ നോമ്പെടുക്കുക എന്ന് പറയുന്ന ഒരു ഹദീസ്. ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞത് വഹാദാ ഹദീസുൻ മൗദൂ, അത് കള്ള ഹദീസാണ്. സൂഫി കള്ളന്മാരുണ്ടാക്കിയ കള്ള ഹദീസാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് ഈ ഹദീസുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ശഅബാൻ 15 അന്നത്തെ ദിവസം ചില പ്രത്യേകതകളുണ്ട്. അത് റസൂലുള്ളാഹി തങ്ങൾ മാസം മുഴുവനായിട്ട് പറഞ്ഞ ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയുണ്ട് എന്ന് പഠിപ്പിച്ച റസൂല് തന്നെ ആ ദിവസം പ്രത്യേകമായി ചെയ്യാൻ ഒരു അമൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പ്രത്യേക ചില യാസീനോത്തുകൾ, 3 യാസീനോത്ത് അല്ലെങ്കിൽ 6ഓളം റക്അത്ത് നിസ്കരിക്കും, അതിന്റെ പകരം നോമ്പെടുക്കും. ഇത്തരത്തിൽ ഒരു അമലും ശഅബാൻ മാസത്തിന്റെ 15 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി സഹീഹായ ഹദീസിലൊന്നും സ്ഥിരപ്പെട്ടിട്ടില്ല. ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞത് ശഅബാൻ 15 രാത്രി നിസ്കരിക്കുക എന്നുള്ളത് അത് മുൻകറാണ്, ളലാലത്താണ്. അതേപോലെ തന്നെ ശഅബാൻ 15 പകൽ നോമ്പെടുക്കുന്നത് അത് റസൂലുള്ളാഹി തങ്ങളെ വെല്ലുവിളിക്കുന്നത് തുല്യമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു നോമ്പ് ആ ദിവസം പ്രത്യേകമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇനി അതല്ല, ശഅബാൻ മുഴുവനായി നോമ്പെടുക്കുന്ന ആളാണെങ്കിൽ അതിന്റെ തുടർച്ച എന്നോണം വേണമെങ്കിൽ നോമ്പെടുക്കാം. അത് ഇതുമായി അതിന് ബന്ധവുമില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പോരിശയാക്കപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങളിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച അമലുകൾ ഏതാണെന്ന് കണ്ടെത്തി അത് ചെയ്യാൻ നമ്മൾ തയ്യാറാകുക. അതല്ലാതെ ചില സൃഷ്ടികൾ ഉണ്ടാക്കിയ, ചില സൂഫി കള്ളന്മാരുണ്ടാക്കിയ ചില അമലുകൾ ചെയ്തുകൊണ്ട് ഇല്ല അമലുകളെയും ബാത്തിലാക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. വളരെ ജാഗ്രതയോടെ ആയിരിക്കണം മുഅ്മിനീങ്ങൾ അവരുടെ ഇബാദത്തുകളെ നോക്കിക്കാണേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരക്കാല ശർറിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മളെ സംഭവിച്ച തെറ്റുകുറ്റങ്ങളൊക്കെ റഹ്മാനായ റബ്ബുവിന്റെ ഫضല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, അയൽവാസികൾ, ആദർശ സുഹൃത്തുക്കൾ, അതേപോലെ നമ്മുടെ കൂട്ടുകാർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.